നന്ദന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പാട്ട് കേട്ട് മീര എഴുന്നേറ്റ് കൈവരിയുടെ അടുത്തേക്ക് നടന്നു. കോൾ കട്ടാക്കി പോക്കറ്റിലിട്ട് അവനും എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. സാരല്ല, സംസാരിച്ചോ. ഇറ്റ്സ് ഓക്കെ ആൻറ്റോയ. വണ്ടി അവിടെ ഇരിക്കുന്ന കണ്ട് തെറി വിളിക്കാൻ വിളിക്കുന്നതാ. നന്ദൻ അവളുടെ മുന്നിലെ കൈവരിയിൽ ചാരി. തെങ്ങിൽ നിന്ന് വീണ് കിടക്കുന്ന വെള്ളയ്ക്കകളെ മെതിച്ച് നിൽപ്പാണവൾ. അതിൽ നിന്നൊരു കുഞ്ഞു വെള്ളയ്ക്ക കുനിഞ്ഞെടുത്ത് മീര തൻ്റെ നഖം കുത്തിയിറക്കി. മീര, ഐ ആം റിയലി സോറി. തനിക്കിഷ്ടാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അവൾ മുഖമുയർത്തി നോക്കി. അമ്മ ചോദിച്ചിട്ടാണോ നീ ഇത് ചെയ്തേ, അതോ നിന്റെ ബുദ്ധിയായിരുന്നോ? ഞാൻ തന്നെ ചെയ്തതാ. ആൻറ്റിയുടെ സങ്കടം ന്യായമാണെന്ന് തോന്നിയപ്പോൾ. ന്യായം? അവരുടെ ഭാഗത്താ ന്യായം? എല്ലാ സൈഡിലും പാട് വീഴ്ത്തി വികൃതമായ വെള്ളയ്ക്ക് അവൾ ദേഷ്യത്തോടെ തറയിലേക്ക് എറിഞ്ഞു. നന്ദ, നീയാണോ പറയുന്നേ? എടോ, തൻ്റെ ഭാഗത്ത് ന്യായം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിങ്ങനെ ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തനിക്കെന്തേലും പറ്റിയാൽ ആരെങ്കിലും വരണ്ടേടോ, ആരെങ്കിലും അറിയണ്ടേ? സ്വന്തം മോള് കോളേജ് കഴിഞ്ഞാൽ ജീവനോടെ എത്തോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയാതെ തൻ്റെ അമ്മ ഇരിക്കുന്നത് എന്തൊരു കഷ്ടാ. അതും എന്നോട് വന്ന് കരഞ്ഞു പറയേണ്ട ഗതികേട്. ഞാൻ ആരാണെന്ന് പോലും അറിയില്ല ആൻറ്റിക്ക്. ഇതിനൊക്കെ കാരണവും അവർ തന്നല്ലേ. സ്വന്തം മോൾ ലൈൻ അടിച്ചാൽ കൊല്ലാൻ നടക്കുന്ന ഒരാൾക്കാർ. അതൊക്കെ ചെയ്തത് തൻ്റെ അച്ഛനും ഏട്ടന്മാരും അല്ലേ. ആ ദേഷ്യം അവരോട് കാണിച്ചാൽ പോരെ മീര? എല്ലാവർക്കും പങ്കുണ്ട് നന്ദ, എല്ലാവർക്കും പങ്കുണ്ട്. മൃദുലമായ പുഞ്ചിരി അവനെ ആണ്ടു. അപ്പോൾ എനിക്കുമില്ലേ മീര പങ്ക്? പക്ഷെ എന്നോടൊന്നും കാണിക്കുന്നില്ല. അവൾ മൗനമായി. അവനോടെങ്ങനെ ദേഷ്യം കാണിക്കാൻ പറ്റും? അവനെ ഒരേ ദിവസം തന്നെ ഇഷ്ടമാണെന്നും വേണ്ടാന്നും പറഞ്ഞവളല്ലേ. രാജീവൻ നനപ്പിച്ച ചെടികൾ താഴെ നിന്ന് തലയെത്തിച്ചു. ഉണങ്ങിക്കരിഞ്ഞു നിന്നവ ഒരു ദിവസം കണ്ട വെള്ളത്തിൽ ആർമാദിക്കുകയാണ്. നാളെ അങ്ങേർ വരുമെന്ന് പോലും ഉറപ്പില്ല. മനുഷ്യന്മാർ മാറും പോലും. ഇവരൊക്കെ മാറുന്നു നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടല്ലേ നന്ദ? നൈസായിട്ട് എല്ലാവരെയും കയ്യിലെടുക്കാമെന്ന് തോന്നുന്നുണ്ടല്ലേ? ആരെയും കയ്യിലെടുക്കാനൊന്നും എനിക്ക് പ്ലാനില്ലടോ. പക്ഷെ ഇവരൊക്കെ മാറുമെന്ന് വിശ്വാസമുണ്ട് എനിക്ക്. എനിക്കില്ല. ഉച്ചത്തിൽ തിരിഞ്ഞു നിൽക്കാൻ ഒരുങ്ങിയവളെ നന്ദൻ കയ്യിൽ പിടിച്ച് തിരിച്ചു. അവരെ മാറട്ടെ, മാറാതിരിക്കട്ടെ മീര. പക്ഷെ തനിക്ക് മാറണ്ടേടോ. ടെൻഷനില്ലാതെ, ദേഷ്യപ്പെടാൻ കാരണങ്ങളില്ലാതെ അങ്ങനൊരു ലൈഫ് താനും ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലെന്ന് പറയാൻ കഴിയോ? നന്ദനോട് അടുക്കുന്ന കാരണം പോലും അവനിലെ ശാന്തതയല്ലേ, ആ സമാധാനമല്ലേ. ഞാൻ എന്താഗ്രഹിച്ചാലും ഇവരൊക്കെ ഡിസേർവ് ചെയ്യുന്നത് എൻ്റെ ദേഷ്യമാ നന്ദ. താനെന്താ മീര ഡിസേർവ് ചെയ്യുന്നേ? നന്ദ പ്ലീസ് മതിയാക്ക്. നമ്മൾ ആവശ്യമില്ലാതെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നേ. അവൻ നെടുവീർപ്പിട്ട് എഴുന്നേറ്റ് അവൾക്കെതിരെ വന്ന് നിന്നു. ദേഷ്യത്തിൽ ചുവന്നിട്ടാണ് അവളുടെ മുഖം. തന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴുള്ള അതേ ചുവപ്പ്. അന്നാ ചുവപ്പ് അവളുടെ നാണമായിരുന്നു, തന്നോടുള്ള പ്രണയമായിരുന്നു. ഇന്നോ? ഉറപ്പായും നാണമല്ല, എന്നാലും പ്രണയമില്ലേ? ഒരു കണക്കിന് തൻ്റെ പ്രണയത്തിന് വേണ്ടിയുള്ള അംഗമല്ലേ ഇത്? അപ്പോഴും അവളുടെ നഖക്ഷതങ്ങൾ വിരലിൽ ആഴ്ന്നിറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ വിരലുകളെ കൂട്ടിപ്പിടിച്ചവൻ തൻ്റെ കൈക്കുള്ളിലാക്കി. നഖം പതിഞ്ഞ അടയാളത്തിൽ മൃദുലമായി തലോടി. എന്തിനും ഒരു അവസാനമില്ലേ മീര? ഈ ദേഷ്യത്തിനും വാശിക്കും ഒക്കെ ഒരു പോയിന്റിൽ ഇവരോടൊക്കെ മിണ്ടേണ്ടി വരില്ലേടോ? എല്ലാവരോടും ക്ഷമിക്കേണ്ടി വരില്ലേ? അറിയില്ല. കയ്യിലെ കരസ്പർശമേറ്റിട്ടോ അവൾ ദീർഘമായി നിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇവരോടൊക്കെ ക്ഷമിക്കണമെന്ന് പോലും എനിക്കറിയില്ല നന്ദ. തന്നോടോ? എന്നോടെന്ത്? തന്നോട് ക്ഷമിക്കണ്ടേ? ചോദ്യം മനസ്സിലാകാതെ അവൾ കൺപുരികം പൊന്തിച്ചു. എന്നെ തേച്ചെന്ന കുറ്റബോധവും കൊണ്ടല്ലേടോ താൻ നടക്കുന്നേ? അതല്ലേ തൻ്റെ ഈ ദേഷ്യം? അമ്പരക്കാൻ പോലും ത്രാണിയില്ലാതെ മിഴികൾ ചോദ്യചിഹ്നമായി. തൻ്റെ കുറ്റബോധക്കൂട്ടിൻ്റെ താക്കോൽ അവന് കിട്ടിയിരിക്കുന്നു. കണ്ണുനീർ തുള്ളികൾ വേഗത്തിൽ പെരുകിക്കൂടി. ഞാൻ പോണു. ഓടാൻ തുടങ്ങും മുന്നേ വീണു. കയ്യിൽ പിടി. മതിയടി ഒളിച്ചോടിയത് ഞാനല്ലേ? നന്ദ കൈ. അവനെ നോക്കാൻ കഴിയാതെ മീര മുഖം തിരിച്ചു. എന്നാൽ കയ്യിലെ പിടുത്തം മുറുകിയേ കുതറി മാറാൻ നോക്കിയവളെ നന്ദൻ അടുത്തേക്ക് വലിച്ചു. നടന്നതിനൊന്നും താൻ അല്ലടോ കാരണം. അവളില്ലെന്ന് തലയാട്ടിക്കൊണ്ടിരുന്നു. മിഴിനീർ വഴിതേടി മണ്ണിലേക്കിറ്റു. ഏയ്. പെരുവിരൽ കൊണ്ട് കണ്ണീരൊപ്പി അവനാ മുഖം കയ്യിലെടുത്തു. എൻ്റെ മീര ഒരു തെറ്റും ചെയ്തിട്ടില്ലടേ. ഷി വാസ് എ വിക്ടിം ജസ്റ്റ് ലൈക്ക് മീ. എന്നോട് പൊറുക്കാമെങ്കിൽ അവളോടും പൊറുക്കണം മീര. നന്ദൻ, ഞാൻ. വാക്കുകൾ കിട്ടാതെ അവൾ നെഞ്ചിൽ മുഖമമർത്തി. പൊന്നുപോൽ നന്ദൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. പോതും ദേ, ഒന്ന് കണ്ടോട്ടെ ഞാൻ അവളെ സമാധാനത്തോടെ. കാർമേഘം പോലെ അവൾ ഇടിവെട്ടി പെയ്തു. കൈകൾ അവനെ അള്ളിപ്പിടിച്ച് വർഷങ്ങളോളം ഉള്ളിൽ കുത്തി നോവിച്ചതെല്ലാം തികട്ടി ചോദ്യം ചെയ്തു. എന്തിനായിരുന്നു മീര എല്ലാം? മനസ്സിൽ എപ്പോഴും തുടിക്കുന്ന ചോദ്യം. ശരിക്കും എന്തിനായിരുന്നു എല്ലാം? എനിക്കിഷ്ടാന്നെന്താ നിന്നെ?
എൻ്റെ ജീവനാ. പക്ഷെ ഞാനെന്ന് ഒന്നും ഞാൻ മനഃപൂർവ്വം. ഐ നോ. കരവലയം അവളെ മുറുകെ പിടിച്ചു. നെറ്റിയിൽ അധരത്തിന്റെ ചൂട് തട്ടി അവൾ കണ്ണിറക്കെ പൂട്ടി. നീർത്തുള്ളികൾ പീലികൾക്കിടയിൽ ഞെരിഞ്ഞു. ഒക്കെ നിർത്താൻ എനിക്കും ആഗ്രഹമുണ്ടടാ, പക്ഷെ പറ്റില്ല എനിക്ക്. ഈ വാശി കൊണ്ടാ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഒന്ന് അയഞ്ഞു കൊടുക്കാൻ എനിക്ക് ശരിക്കും പേടിയാ നന്ദ. അതിൽ ന്യായമുണ്ടെന്ന് അവനും തോന്നി. മിഴികളിൽ കുഞ്ഞു കുഞ്ഞു മുത്തങ്ങളായി അവൻ ചൂട് പകർന്നുകൊണ്ടിരുന്നു. എന്ത് വാശി വേണേലും കാണിച്ചോ താൻ, എൻ്റെ പെണ്ണിനെ നോവിക്കാതെ എന്തും. എൻ്റെ പെണ്ണ്. ചുണ്ടിൻ്റെ കോണിൽ ചെറുചിരി വിരിയുന്നത് അവൾ അറിഞ്ഞിരുന്നു. മുടിയിഴകളെ നന്ദൻ വിരലിൽ കോർത്തൊതുക്കി. നേർത്ത വെട്ടം തിളങ്ങിയിരുന്നു അവളിൽ. പഴയ മീരയെ നീ മിസ് ചെയ്യുന്നുണ്ടോ നന്ദ? ആരാ പഴയ മീര? ചോദ്യം കേട്ടവൾ കൺകോണിലൂടെ തുറപ്പിച്ചു. ആ ഭാവം കണ്ടവന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അധരങ്ങൾ നെറുകയിൽ പതിപ്പിച്ചവൻ ചിരിച്ചു. രണ്ടും ഒരാളാടി, ടിറ്റോ. ശരിക്കും ഒരു ക്ലാസ്സിനെ മുഴുവൻ ധിക്കരിച്ച് ഒരു വർഷം മുഴുവൻ എൻ്റെ അടുക്കൽ ഇരുന്നവളാടി അവള്. എൻ്റെ അമ്മയുടെ മുന്നിൽ പോലും എന്നെ വിട്ടുകൊടുക്കാത്തവൾ. സ്വന്തം ചേട്ടൻ്റെ കൊച്ചിനെ പോലും കാണാതെ അവൾ എന്നെ കാണാൻ വേണ്ടി മാത്രം സ്കൂളിൽ വന്നിട്ടുണ്ടറിയോ? പൊട്ടത്തരമാണെങ്കിലും ആ കുഞ്ഞു പ്രായത്തിൽ കെട്ടണം എന്ന് വാശി പിടിച്ച് കരഞ്ഞവനാ മീര ഞാൻ. എന്നെ വാശി പിടിപ്പിച്ചത് അവളാ. കരഞ്ഞു ചുവന്ന കണ്ണുകൾ വിടർന്നു വന്നു. വലത് മിഴിയോരം കുഞ്ഞു നീർക്കുമിളകളും. അത് വിരലിൽ പകർത്തിയവൻ തലയിലൊപ്പി. ഇറുകെ കെട്ടിപ്പിടിച്ചവൾ മാർവോട് തലചായ്ച്ച് കൊഞ്ചി. കെട്ടണമെന്ന് ആരോടാ വാശി പിടിച്ചേ? അമ്മയോട്. എപ്പോ? +1 താൻ എസ് പറഞ്ഞന്ന്. വിഷാദം പൂണ്ട ചുണ്ടിൽ പുഞ്ചിരി മിന്നി തെളിഞ്ഞു. എന്നിട്ടെന്താ? അമ്മ എന്നെ വീട് ചുറ്റും ഓടിച്ചു തല്ലാൻ. ആൻറ്റി അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ സീരിയസ് ആയിരുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായതന്നോ? ഒരു ഫാൻറ്റസിയിൽ പോലും ധൈര്യപ്പെടാത്ത ചോദ്യം അവളുടെ നെഞ്ചിൽ ജനിച്ചു. എന്നെ ശരിക്കും കെട്ടുമായിരുന്നു നന്ദ. കരങ്ങൾ അവളെ വരിഞ്ഞു മുറുകി. മേജറായ കെട്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേടി. ഇപ്പൊ മേജറല്ലേ? അവൾ കളിയാക്കി. ഇപ്പൊ കെട്ടണോ? ഇപ്പോഴോ? താഴെ വണ്ടിയുണ്ട്, ഡ്രസ്സൊക്കെ ഇത് പോരെ. താലി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സാക്ഷി എനിക്ക് മാത്യു അങ്കിൾ, തനിക്ക് ആൻറ്റോ. അവൻ്റെ കൈയൊഴിഞ്ഞു കിടക്കുക. അതൊരു ഓട്ടോ വിളിക്കാം. നന്ദൻ പൊടുന്നൻ അവളുടെ മുഖം അടർത്തി മുന്നിൽ വെച്ചു. ഓരോ വാക്കും ഊന്നി പറഞ്ഞു. ഐ ആം ഡാം സീരിയസ് മീര. താൻ റെഡിയാണോ? ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകും, രജിസ്റ്റർ ചെയ്യും. ഐ മീൻ ഇറ്റ്. മീര വിളറിച്ചിരിച്ചു. തെളിഞ്ഞ മാനത്തെ നക്ഷത്രങ്ങളുടെ തിളക്കം നന്ദന്റെ കണ്ണിൽ പ്രതിഫലിച്ചു. പറഞ്ഞ ഓരോ വാക്കിലും നിറഞ്ഞ ആത്മാർത്ഥതയോടെ. താൻ എന്താ പറയാ? ഉള്ളിൽ സംഘർഷം തുടങ്ങിയിട്ടുണ്ട്. കൺമുന്നിൽ മറുപടിക്കായി ഉറ്റുനോക്കുന്നു നന്ദൻ. എനിക്കറിയില്ലടാ ഇപ്പോ എന്നെ കൊണ്ട്. ഹേയ്, നന്ദൻ അവളുടെ കവിളിൽ തട്ടി. ഇറ്റ്സ് ഫൈൻ, എനിക്കൊരു ധൃതിയുമില്ല. ജസ്റ്റ് ദാറ്റ് പണ്ടത്തെ പോലെ വയസ്സ് പറഞ്ഞ് പേടിപ്പിക്കാൻ ആർക്കും പറ്റില്ലെന്ന് താൻ അറിഞ്ഞിരുന്നാൽ മതി. ഇനിയിപ്പോൾ തനിക്ക് കെട്ടേ വേണ്ട എന്നാണെങ്കിലും ഞാനൊക്കെയാ. അയ്യടാ. മീര വിട്ടുമാറി അവൻ്റെ വയറ്റിൽ ആഞ്ഞൊന്ന് കുത്തി. ഈ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ആയിക്കോട്ടെ. ടീഷർട്ടിൽ ചുരുട്ടി പിടിച്ചവൻ അവളെ വീണ്ടും തന്നിലേക്ക് വലിച്ചിട്ടു. അന്ന് എന്താ പറഞ്ഞേ ഹോസ്പിറ്റൽ വെച്ച്? എൻ്റെയും തൻ്റെ മനസ്സിൽ എന്താ? കോട്ടിയ ചുണ്ടിൽ അനുസരണയില്ലാതെ അവൻ്റെ വിരൽ മൃദുലമായി തഴുകിയിരുന്നു. പറയടോ, ഇപ്പം എൻ്റെ മനസ്സിലുള്ളതാണോ തൻ്റെ മനസ്സിലും? എന്ത് തോന്നുന്നു? ഇരുവഴികളെ അവൻ മാറി മാറി വീക്ഷിച്ചു. അവളും തൻ്റെ ചുണ്ടിലേക്ക് ലക്ഷ്യമിടുന്നു. ഇതിൽ പരം ലഹരിയുണ്ടോ? കൈത്തലം അവളുടെ മുഖത്തിന് ഇരുവശം പിടിച്ചവൻ കണ്ണു നിറച്ചവളെ നോക്കി. എത്ര നാളായടേ ഇങ്ങനൊന്ന് കണ്ടിട്ട്. എന്നെ മിസ് ചെയ്തു നന്ദ. എവ്രി സെക്കൻഡ് മീര. കീഴ്ചുണ്ടപ്പോഴേക്കും നന്ദൻ ബന്ധിച്ചിരുന്നു. പണ്ടൊരു ടെറസിൽ വെച്ചറിഞ്ഞ അതേ മധുരത്തിനായി. എന്നാൽ ലഹരി ഇരട്ടിച്ചതേയുള്ളൂ. നാവുകൾ പിണഞ്ഞതും മീര വിറങ്ങലിച്ചു. ആ മുറുക്കം അവൻ്റെ പിൻകഴുത്തിൽ മുറുകി. തലമുടിയിൽ വിരലിറക്കി ഉമിനീർ ചുവയെപ്പോലും നന്ദൻ തൻ്റേതാക്കി മാറ്റുമ്പോൾ മീര അറിയാതെ മിഴികൾ കൂമ്പിയടച്ചു. ഡി മീരു, അസത്തേ! ആരാണെന്ന് നോക്കും മുന്നേ തൻ്റെ കവിളിൽ പതിച്ച പ്രഹാരത്തിൽ നന്ദൻ നിലത്ത് വീണിരുന്നു. വീഴ്ചയിൽ നെറ്റി കൈവരിയിലിടിച്ച് ചോര പൊടിയാനും തുടങ്ങി. ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് സംഭവങ്ങൾ തിരിയാൻ. നന്ദ! ബോധം വന്ന് മീര നന്ദന്റെ നേർക്ക് ഓടുന്ന കണ്ട് ശേഖരൻ കലി കൊണ്ടിളകി. അസത്തേ, ഇങ്ങോട്ട് വാടി!
ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ നേർക്ക് നീണ്ടു. ഒന്ന് തൊടും മുന്നേ നന്ദൻ വേഗത്തിൽ അവളെ തൻ്റെ പിന്നിലേക്ക് വലിച്ച് അയാളെ ദേഷ്യത്തോടെ നോക്കി. അവളെ പണ്ട് തല്ലിയതിൻ്റെ ദേഷ്യം. എന്നിരുന്നാൽ കൂടി അവളുടെ അച്ഛനല്ലേ. അവൻ നീട്ടി ഉച്ഛ്വസിച്ച് ശാന്തമായി. അങ്കിൾ പ്ലീസ് വിഡ്ര അവളെ. ഉച്ചത്തിൽ അലറി അയാൾ ചുറ്റും നോക്കി. നാട്ടുകാരെയും കൂടി ഇനി അറിയിക്കാൻ വയ്യ. മീരയെ കയ്യെത്തിപ്പിടിക്കാനാണ് അയാൾക്ക് കിട്ടിയത് നന്ദൻ്റെ ടീഷർട്ടും. കോളറിൽ തന്നെ വലിച്ച് ശേഖരൻ വേഗത്തിൽ പടിക്കെട്ടിറങ്ങി. അങ്കിൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീയൊരു ഡാഷ് ഉണ്ടാക്കണ്ട. എന്താ പ്രശ്നം? ബഹളം കേട്ട് ഓടി വന്നിരുന്നു രേവതി. എന്നോടാണോടി ചോദിക്കണേ? നിന്റെ പുന്നാരമോള് കണ്ടവനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നതൊന്നും നീ അറിയണില്ലേടി? ദേഷ്യത്തിൽ ശേഖരൻ നന്ദനെ പിടിച്ച് ഹാളിലേക്ക് തള്ളിയിരുന്നു. കോപമടങ്ങാതെ ഫോണെടുത്ത് പുറത്തിറങ്ങി ആരെയൊക്കെ തുരിതര വിളിക്കാനും തുടങ്ങി. മീര അപ്പോഴേക്കും പൊട്ടിക്കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. നന്ദൻ കിതപ്പോടെയാണ് അവളെ നോക്കിയത്. ആകെ പേടിച്ചിട്ടുണ്ട്. അവളുടെ ഇടത് കൈ കയ്യിലെടുത്തവൻ ചുമരിൽ ചാരി. സോറി ഡി. കണ്ണീർ തുള്ളികൾ അവളിൽ ചാലിട്ടിറങ്ങിയിരുന്നു. മീര അവന്റെ തോളിൽ മുഖമമർത്തി. ഞാൻ പറഞ്ഞതല്ലേടാ, ഇവരൊന്നും മാറില്ല. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നന്ദൻ മുറുക്കി പിടിച്ചു. ഭയപ്പെടാതെ മീര, എന്നാ നടന്നാലും പാത്തുക്കളാം. അവൾ വിശ്വാസം വരാതെ മുഖമുയർത്തി. അമ്മ തങ്ങളെ നോക്കി നിൽക്കുന്നത് അപ്പോഴാണ് കാണുന്നത്. നന്ദന്റെ കൈവിട്ടവൾ നീങ്ങി നിന്നു. അവരുടെ സംസാരം രേവതിയും കേട്ടിരുന്നു, പ്രത്യേകിച്ച് അവന്റെ തമിഴ്. നിന്റെ പേരെന്താടാ? നന്ദൻ. രേവതി ഞെട്ടിത്തെറിച്ചു. അന്നത്തെ പ്രശ്നമൊക്കെ? ഞാനോ? ആൻറ്റിയും തല്ലുവാണിൽ തല്ലട്ടെ എന്ന ഭാവത്തിൽ തന്നെ അവൻ നിന്നു. എന്നാൽ കൈകൊണ്ട് വായ കുത്തി അവർ അതേ നിൽപ്പ് തുടർന്നു. അപ്പോഴേക്കും ശേഖരനിലെ ഉഗ്രകോപി തിരികെ വന്നിരുന്നു. പിടിക്കപ്പെട്ട നികൃഷ്ട ജീവികളെ നോക്കി ഹാളിലൂടെ ഉലാത്തി. ആർക്കോ വേണ്ടി കാത്തിരിക്കും പോലെ. അധിക സമയം വേണ്ടി വന്നില്ല. ഒരു കാർ കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറി. രാജീവൻ അതിൽ നിന്നും ഓടിയിറങ്ങുന്നത് കൂടി കണ്ടപ്പോൾ മീര അടിമുടി തറഞ്ഞു നിന്നു. ഡാ! മതയാനയെപ്പോലെ രാജീവൻ വന്നപാടെ നന്ദന്റെ കോളറിൽ പിടിച്ച് തുരുതുര കൈവീശിയിരുന്നു. കൊള്ളാൻ കണക്കാക്കി തന്നെ നന്ദൻ നിന്നും കൊടുത്തു. ഏട്ടാ പ്ലീസ് ഒന്ന് നിർത്ത്. അച്ഛ ഒന്ന് പറ അച്ഛാ പ്ലീസ്. ആർത്തലച്ചുള്ള കരച്ചിൽ ശേഖരനെയും ചൊടിപ്പിച്ചു. ഓടിച്ചെന്ന് മീരയുടെ മുടിയിൽ തന്നെ അയാൾ പിടുത്തമിട്ടു. ആഹ്! സകല ശക്തിയും എടുത്താണ് നന്ദൻ പെട്ടെന്ന് രാജീവിനെ തള്ളി സോഫയിലിട്ടത്. ശേഖരന്റെ കയ്യിൽ തന്നെ പിടുത്തമിട്ടവൻ അവൾക്ക് മുന്നിൽ കയറി നിന്നു. വേണ്ട അങ്കിൾ, ഞാൻ കാര്യമായിട്ടാ. നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലായിട്ടാ ഞാൻ നിന്ന് കൊള്ളുന്നേ. അല്ലാതെ എനിക്ക് തല്ലാൻ അറിയാഞ്ഞിട്ടല്ല. അവളൊരിക്കൽ ഒറ്റയ്ക്ക് കൊണ്ടതല്ലേ. ഇനി വേണ്ട. ശേഖരന് പലതും ഉരുത്തിരിഞ്ഞത് അപ്പോഴാണ്. അപ്പോഴേക്കും അടുത്ത കാർ കൂടി മതിലിനുള്ളിലേക്ക് ചീറിപ്പാഞ്ഞ് വന്നിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ഞെട്ടി നിന്നു നവീൻ. എന്താ ഇവിടെ? മീര അണപൊട്ടി കരയുവാണ്. കിട്ടിയ തക്കത്തിന് രേവതി മകളെ വലിച്ച് തന്റെ പിന്നിലേക്ക് ചൊരുക്കി. നന്ദൻ പതിയെ കയ്യും വിട്ടു. ശേഖരൻ എന്നിട്ടും തുറച്ചു നോട്ടമാണ്. അച്ഛന്റെ കയ്യിൽ കയറി പിടിക്കാറായോടാ നീ? രാജീവൻ കൈ ആഞ്ഞു വീശി. അത് മുഖത്ത് കൊള്ളാതെ നന്ദൻ പിന്നിലേക്ക് തെന്നി മാറിയിരുന്നു. ഇരു കൈകളും കൊണ്ടവൻ മുടി പിന്നിലേക്ക് കോതിയിറക്കി. മതിയാക്ക് ചേട്ടാ, നമ്മളൊക്കെ ഇനിയും കാണേണ്ടതാ. ഡാ! വീണ്ടും തല്ലാൻ കണക്കാക്കി രാജീവൻ ചാടി എണീറ്റു. കണ്ടതും നവീൻ ഓടി വട്ടം പിടിച്ചു. നിങ്ങളെന്ത് ഭ്രാന്തായി കാണിക്കണേ? വിഡ്ര എന്നെ. ഏട്ടാ മതി. അപ്പാ! പെട്ടെന്നാണ് വാതിൽക്കൽ ഒരു കുരുന്നിന്റെ ശബ്ദം. കോലാഹലങ്ങൾ സ്തംഭിച്ചു. നന്ദനും മീരയും പാളെ നോക്കി. ആരതി മോളെ എടുക്ക്. നവീൻ പറയും മുന്നേ ചിമ്മു നന്ദനപ്പാന്ന് വിളിച്ച് നന്ദന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരുന്നു. എല്ലാ കണ്ണുകളും ഞെട്ടലിലാണ്. കിതപ്പോടെ നന്ദൻ മുട്ടുകുത്തിയിരുന്നു. കാര്യങ്ങളുടെ കിടപ്പ് ശേഖരന് കുറെ കൂടി മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. റെഡ്. ചിമ്മു നെറ്റിയിലെ ചോര ചുവപ്പിൽ നോക്കിയാണ്. ഞങ്ങൾ കളിച്ചപ്പോൾ പറ്റിയതാ. നന്ദൻ വിരലിൽ ചോര തുടച്ചു. ആരതി അപ്പോഴേക്കും മോളെ കയ്യിലെടുത്തിരുന്നു. പണ്ട് കണ്ട സ്കൂൾ പയ്യന് മുന്നിൽ അവളും നിസ്സഹായയായിരുന്നു. കുഞ്ഞിനെയും കൊണ്ടവൾ രേവതിയുടെ അടുത്തേക്ക് മാറി. അവർക്ക് പിന്നിൽ നിൽക്കുന്നു അടുത്ത രൂപം, കരഞ്ഞു തളർന്ന്. നന്ദന്റെ കണ്ണും അവളുടെ മേലായിരുന്നു. കിസ് ചെയ്തതിലും വലിയ തെറ്റൊന്നുമല്ലല്ലോ അവളെ നോക്കുന്നത്. അതും അവളിങ്ങനെ ആർത്തലച്ച് കരയുമ്പോൾ. അവന്റെ നോട്ടം കണ്ട് രാജീവനും ശേഖരനും ഒരേപോലെ തിളച്ചു മറഞ്ഞു. അത് നവീനും കണ്ടു. ഡാ നന്ദ! നവീൻ നല്ല ഉച്ചത്തിലാണ് വിളിച്ചത്. അങ്ങനെയെങ്കിലും നന്ദന്റെ ശ്രദ്ധ തിരിക്കാൻ. ഡാ ഇവിടെ വന്നിരിക്കെ. കേട്ടതും ദേഷ്യത്തോടെയുള്ള കണ്ണുകൾ നവീന്റെ നേർക്കായി. സംശയത്തോടെ നന്ദനും നോക്കി. അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കണ്ടേ? അടിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരൂലല്ലോ. ഡാ വന്നിരിക്കാൻ. വെറുപ്പോടെ ശേഖരനുടനെ പുറത്തേക്കിറങ്ങിപ്പോയി. എന്ത് കോപ്രായാടാ നീ കാണിക്കണേ? രാജീവൻ നവീന്റെ കഴുത്തിൽ പിടിച്ചു. ഏട്ടൻ ചുമ്മാതിരുന്നേ. അവനത് തട്ടിത്തെറിപ്പിച്ചു. നന്ദ വന്നിരിക്കടാ. രാജീവനും ചവിട്ടിത്തൊഴിച്ച് അച്ഛന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി. മീര വാ. നന്ദൻ അവളുടെ നേർക്ക് കൈനീട്ടി. ഒന്ന് പൊട്ടിക്കാൻ നവീന് പോലും തോന്നി. അതിനേക്കാൾ ദേഷ്യം മീര നന്ദന്റെ അടുക്കൽ നടന്നു കണ്ടപ്പോഴായിരുന്നു. ചേട്ടാ നോക്കണ്ട. ദൂരെ നിർത്താനും മാത്രം വിശ്വാസമൊന്നും എനിക്കിവിടെ ആരോടുമില്ല.
അവളെ സോഫയിലിരുത്തി നന്ദൻ അകലമിട്ടിരുന്നു. പെട്ടെന്ന് മുന്നിൽ 2 ഗ്ലാസ് വെള്ളവുമായി വന്നിരുന്നു രേവതി. നവീൻ പല്ല് ഞെരിച്ചു. ഇവിടെ നടക്കണതെന്താ, നിങ്ങളിത് കാണിക്കണതെന്താ? നീ പോടാ, നിങ്ങൾ പെട്ടെന്ന് കുടിച്ചിട്ട് ഗ്ലാസ് തന്നെ പിള്ളേരെ. 1 ഗ്ലാസ് മേടിച്ച് നന്ദൻ മീരയ്ക്ക് കൊടുത്തു. കുടി, നീ കുടിക്ക്. എനിക്ക് വേണ്ട. കുടിക്കടി വേഗം. നവീൻ കൈമുറുക്കി. ഒരു ലഹള ഒഴിവാക്കാമെന്ന് താൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇരുവരും കുടിച്ച ഗ്ലാസ് വേഗത്തിൽ അടുക്കളയിൽ വെച്ച് തിരികെ വന്ന് രേവതി ഒന്നും നടക്കാത്ത പോലെ നിന്നു. ശേഖരനും രാജീവനും ചർച്ചയ്ക്കൊടുവിൽ എടുത്ത തീരുമാനങ്ങളിൽ പുളകം കൊണ്ടിരുന്നു. അത് കൊട്ടിഘോഷിക്കാൻ കണക്കാക്കി അവർ തിരികെ ഹാളിലേക്ക് വന്ന് കയറിയതും സോഫയിൽ ഇരിക്കുന്നു രണ്ടും. എന്നാ ഇവളെ ഇവന് കെട്ടിച്ചു കൊടുക്കടാ. രാജീവൻ നവീന്റെ നേർക്ക് ചാടി. ഏട്ടൻ ഒരിടത്തിരുന്ന് അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്ക്. എന്ത് കേൾക്കാൻ? ഇവിടെ ആർക്കും ഒന്നും കേൾക്കാനില്ല. പറഞ്ഞത് ശേഖരനാണ്. ഞങ്ങൾ അങ്ങോട്ട് പറയും, അതും കേട്ട് ഇറങ്ങി പൊയ്ക്കോണം. അതല്ലെങ്കിൽ... നന്ദൻ ദേഷ്യം കടിച്ചു പിടിച്ചു. അങ്കിള് പറ. ശേഖരൻ മുരടനക്കി. ആജ്ഞ പോലെ നന്ദനെ നോക്കി. ഇന്നത്തോടെ അവസാനിപ്പിച്ചോണേ ഈ തോന്നിയാസം. നീ ഇനി ഇവളെ കാണാനും പാടില്ല, ഇവൾ നിന്നെ കാണാനും പാടില്ല. അതിന് നീ കോളേജ് മാറുന്നോ അതോ ഞങ്ങൾ ഇവളെ പഠിത്തം നിർത്തി വീട്ടിലിരുത്തണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ? ഒരിക്കൽ നിർത്തിയതാ, അറിയാലോ. അത് വീണ്ടും ചെയ്യാൻ ഞാൻ മടിക്കില്ല. ഇടുത്തി പോലുള്ള വാക്കുകൾ. തൽക്ഷണം ഇരുവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. മീര മുഖം പൊത്തി കുനിഞ്ഞിരുന്നു. എന്നാലെല്ലാം തച്ചുടയ്ക്കാനാണ് നന്ദന് തോന്നിയത്. ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ടൊരു പ്രപ്പോസലായിട്ട് വന്ന തീരില്ലേ ഈ പ്രശ്നം? പഠിത്തം കഴിഞ്ഞിട്ട് മതി. അതുവരെ ഞങ്ങൾ വേണേൽ കാണാതിരിക്കാൻ. ഞങ്ങളുടെ പെങ്ങളെ പെണ്ണ് ചോദിക്കാനും മാത്രം ആയാടാ നീ? രാജീവൻ തള്ളിക്കേറും മുന്നേ നവീൻ തടയിട്ടു. ഒന്നടങ്ങ്, അവൻ പറയട്ടെ. ഇതിൽ കൂടുതൽ എന്ത് വിശദീകരിക്കാൻ? കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില അങ്കിൾ. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും. ശേഖരൻ പുച്ഛിച്ചു. നിന്റെ പേരെന്നതാന്നാ? നന്ദൻ. ബാക്കി? എന്ത് ബാക്കി? ഫാമിലി ഏതാന്ന് നായേ? ദേഷ്യം കൊണ്ടവൻ കൈമുറുക്കി. ഫാമിലി അറിഞ്ഞിട്ട് എന്തിനാ? ഇതുപോലും മനസ്സിലാവാത്ത നിനക്കൊക്കെ ഇവിടത്തെ പെണ്ണിനെ തന്നെ വേണം. നിങ്ങളുടെയൊക്കെ ശരിക്കും പ്രശ്നം എന്താ അച്ഛാ? മീര സകല പ്രതീക്ഷയും നശിച്ച് തുറന്നടിച്ചിരുന്നു. എന്തിനാ ഞങ്ങളെങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? മിണ്ടരുത് നീ. രാജീവൻ കൈ ചൂണ്ടി. നിന്റെ അഹങ്കാരം കുറെ കണ്ടതാടി ഞങ്ങള്. പഠിക്കണതല്ലേ പഠിച്ചോട്ടെ എന്ന് കരുതിയപ്പോ എല്ലാവരുടെയും തലയിൽ നിരങ്ങിയതല്ലേ നീ? അച്ഛാ, നമ്മൾ എന്തിനാ അച്ഛാ ഇവിടെ കിടന്ന് വായിട്ടലിക്കണേ? ഇവളെയൊക്കെ പഠിപ്പിക്കാൻ വിടാതെ വല്ലവൻ്റെ തലയ്ക്ക് കെട്ടിവെക്കുന്നതാ നല്ലത്. അത്രയും തലവേദന ഒഴിയുമല്ലോ. എൻ്റെ സമ്മതം ഇല്ലാതെ എന്നെ കെട്ടിക്കാൻ പറ്റുമോ ഏട്ടാ? നിനക്ക് കാണണോടി? അന്ന് നീ ഒരുത്തന്നെ പേടിപ്പിച്ച് വിട്ടെന്ന് കരുതി ഒരുപാട് വ്യാമോഹിക്കല്ലേടി മോളെ. ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് വിട്ടതാ നിന്നെ. അല്ലാണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇവിടെ ആർക്കും അറിയാഞ്ഞിട്ടല്ല. ചേട്ടാ പ്ലീസ്. തുടർന്ന് കേൾക്കാൻ നന്ദൻ ആകുമായിരുന്നില്ല. അവള് പഠിക്കട്ടെ. ഞാൻ കോളേജ് വിട്ട തീരല്ലേ നിങ്ങളുടെ പ്രശ്നം? നന്ദൻ, നീ എന്തിനാ? വാക്കുകൾ മുറിഞ്ഞു വീണു. ശേഖരൻ ആർത്തട്ടഹസിച്ചു. വാക്ക് വാക്കായിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. നന്ദൻ നെടുവീർപ്പിട്ട് എഴുന്നേറ്റു. അതുപോലെ നിങ്ങളുടെ വാക്കും വാക്കായിരിക്കണം അങ്കിൾ. എങ്ങാനും പഠിത്തം നിർത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ സത്യമായും അങ്കിളെ ഞാൻ വീണ്ടും വരും. വന്നാൽ തിരിച്ചു പോകുന്ന ഒറ്റയ്ക്കാവില്ല. വന്നാൽ നീ തിരിച്ചു പോകുന്ന ആദ്യം നോക്കാം. അതങ്കിളിന് തോന്നുന്നതാ. സമയം കിട്ടുമ്പോതാ ഇവനോട് ഈ കൈ എങ്ങനെ ഒടിഞ്ഞതെന്ന് ചോദിച്ചാൽ മതി. വാതിൽകൾ കൈകെട്ടി തൂക്കി നിൽപ്പാണ് ആൻറ്റോ. നന്ദനെ കാണാനിട്ട് തേടി വന്നത്. ആൻറ്റോയുടെ തോളിൽ തട്ടി നന്ദൻ പുറത്തിറങ്ങി. ബുള്ളറ്റിൽ കയറിയിരുന്ന നെറ്റിയിലെ മുറിവിലൂടെ അമർത്തി തിരുമ്മി. വേദന നെറ്റിയിലാണോ നെഞ്ചിലാണോ എന്നറിയാൻ വയ്യ. പോക്കറ്റിൽ നിന്ന് ചാവിയെടുക്കുമ്പോൾ തടഞ്ഞ 2 ഫോൺ കൂടി കണ്ടതും അവനാകെ താളം തെറ്റിയിരുന്നു. ചീറിപ്പാഞ്ഞ ബൈക്കിന്റെ ഒച്ചയ്ക്കൊപ്പം ആൻറ്റോയുടെ തോളിൽ ചാഞ്ഞ് കരയുന്നുണ്ടായിരുന്നു മീര. കേറടാ വണ്ടിയിൽ. ആൽഫിയെ തള്ളി ബസ്സിൽ കയറ്റി അർജുൻ പേപ്പറിൽ ടിക്കിട്ടു. അടുത്ത ആള്. പെട്ടെന്നാണ് അവൻ്റെ കയ്യിലെ ലിസ്റ്റ് ആരോ തട്ടിപ്പറിച്ചത്. ദേഷ്യത്തോടെ നോക്കുമ്പോൾ മുന്നിൽ മീരയുടെ കുടുംബം. എന്താ അങ്കിൾ? മറുപടി പറയാതെ ശേഖരൻ പേപ്പർ രാജീവനെ ഏൽപ്പിച്ചു. നോക്കടാ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. രാജീവൻ ലിസ്റ്റ് അരിച്ചു പിറക്കി. ഇതിലില്ലച്ചാ. നിങ്ങൾക്ക് മതിയാക്കാറായില്ലേ? നവീൻ അപ്പോഴേക്കും ലിസ്റ്റ് പിടിച്ചു വാങ്ങി തിരികെ അർജുൻ്റെ കയ്യിൽ കൊടുത്തു. എന്തോ പ്രശ്നമാണെന്ന് അർജുനും പിടികിട്ടിയിരുന്നു. മീര കേറടി. നവീൻ അവളുടെ ബാഗും സാധനങ്ങളും ബസ്സിന്റെ സൈഡിലെ ഡിക്കിയിൽ വെച്ചു. ഒരു ബാക്ക് പാക്ക് മാത്രം കയ്യിലെടുത്ത് അവൾ ബസ്സിൽ കയറി. ഉഷീന്റെയും അശ്വതിയുടെയും അടുത്തെത്തിയതും സങ്കടം കൊണ്ട് കുനിഞ്ഞു കിടപ്പായി. എന്നതാടി? ഒന്നുമില്ല. അതേസമയം രാജീവൻ കൊങ്ങയ്ക്ക് പിടിച്ച് അർജുനെ ചോദ്യം ചെയ്യുമായിരുന്നു. ഇനി വണ്ടി എവിടെയെങ്കിലും നിർത്തോടാ? ഇല്ല ചേട്ടാ, പിള്ളേരെല്ലാരും കയറി. മാത്യു സാറും കൂടിയേ ഉള്ളൂ ഇനി. അങ്ങേരിന് പറന്നു വരോ? സാറിനെ പോണ വഴിയെ പിക്ക് ചെയ്യും. വിടടോ അവനെ. ഇതെന്താ ഗുണ്ടായിസമോ? റീന മിസ്സിനെ കണ്ട് ടീച്ചറാണെന്ന് മനസ്സിലായി രാജീവൻ കൈയെടുത്തു.
കിട്ടിയ തക്കത്തിൽ അർജുനോടി വണ്ടിയിൽ കയറി ഡ്രൈവറിന്റെ അടുത്തുള്ള സീറ്റിലിരുന്നു. ഇവറ്റകൾ ഇളകി നിൽക്കുക ചേട്ടാ, പെട്ടെന്ന് വിട്ടോ. റീന രാജീവിനെ തുറിച്ചു നോക്കി വണ്ടിയിൽ കയറേണ്ട താമസം വണ്ടി നീങ്ങാനും തുടങ്ങിയിരുന്നു. അർജുൻ ഓടിച്ചെന്നത് മീരയുടെ അടുത്തേക്കാണ്. നിന്റെ വീട്ടുകാർക്ക് പ്രാന്താണാടി, എൻ്റെ അമ്മോ. നാണക്കേട് അവളെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം തുടങ്ങിയതാണ് ഈ പുതിയ കാവൽ. കോളേജിൽ കൊണ്ടുവിടാനും വിളിക്കാൻ വരാനും ഒക്കെ രാജീവേട്ടൻ. പിന്നോട്ട് നന്ദനെ കണ്ടിട്ട് കൂടിയില്ല. പ്രതീക്ഷ കൈവിടാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് ഏറ്റവും മുന്നിലെ സീറ്റിലിരുന്ന് റീന മിസ് ഒച്ചയെടുക്കുന്ന ശബ്ദം. കുട്ടികളെല്ലാവരും നിശബ്ദമായിരുന്നു. സാറി അവസാന നിമിഷത്തിൽ എന്താ പറയണേ? ഞാനിപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണോ? ആരോടോ ഫോണിൽ തർക്കിക്കുന്നുണ്ട് മിസ്. ട്രിപ്പ് ക്യാൻസലാ? അർജുൻ പേടിച്ച് മുന്നിലേക്കോടി. മിസ് 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 എന്താ? മാത്യു സാറിന് വരാൻ പറ്റില്ലെന്ന്. അയ്യോ അപ്പോ? റീന വെറുപ്പോടെ എഴുന്നേറ്റ് ഡ്രൈവറിന്റെ അടുത്തേക്ക് നടന്നു. വണ്ടി നിർത്തടോ. ബസ് എടുത്ത് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. വാതിൽ തുറക്കപ്പെട്ടു. നെറ്റിയിൽ ബാൻഡേഡ് ഒട്ടിച്ച് ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് കയറി വരുന്നുണ്ട് ഒരുത്തൻ. കണ്ടതും വാതിൽക്കൽ കയറി നിന്ന് വഴി തടഞ്ഞു റീന. നന്ദൻ ഇറങ്ങിയേ. ഒച്ച കേട്ടത് മീരയും എത്തി വലിഞ്ഞു. തുറപ്പിച്ചു നോക്കുന്നുണ്ട് മിസ്. മാം, മാത്യു അങ്കിൾ പറഞ്ഞു. റീന പുറത്തിറങ്ങി അടിമുടി ദഹിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ബാൻഡേഡും ഒട്ടിച്ചുള്ള രൂപം കണ്ട് അവരുടെ ദേഷ്യവും കെട്ടടങ്ങിയിരുന്നു. തനിക്ക് എന്താണോ നന്ദൻ പറ്റിയേ? ജോയിൻ ചെയ്യുന്ന സമയത്ത് കണ്ട ആളെ അല്ലല്ലോ താനിപ്പോ. സോറി മാം. എങ്ങനെയും ബസ്സിനുള്ളിൽ കടക്കാനുള്ള ആവേശം നന്ദൻ കടിച്ചമർത്തി. അന്നത്തെ ഇഷ്യൂ എൻ്റെ കയ്യിൽ നിന്ന് പോയതാ മിസ്. അവൻ എൻ്റെ പഴയ ഫ്രണ്ടാ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അന്ന് ഐ എം റിയലി സോറി മാം. സൗമ്യമായ മറുപടി അവരെ വീഴ്ത്തിയിരുന്നു. പോട്ടെ, തെറ്റൊക്കെ ആർക്കാ പറ്റാത്തേ? അല്ല, ഈ മാത്യു സാറിന് എന്ത് പറ്റിയതാ? സുഖമില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതാ. ഓ, തനിക്ക് ശരിക്കും എന്താ പറ്റിയേ? നെറ്റിയിലെ ബാൻഡേഡ് നോക്കിയാണ് ചോദ്യം. അന്നത്തെ അടിയുടെ ബാക്കി വല്ലോ? ഏയ്, ഇത് ബൈക്കിൽ നിന്ന് വീണതാ മിസ്. ഓ സോറി. എന്നിട്ട് താനെന്താണോ ഞാൻ വിളിച്ചിട്ടെടുക്കാത്തേ? അത് അങ്കിളിൻ്റെ നിർബന്ധം കാരണം ഇത്രയും ദിവസം മറച്ചു പിടിച്ചതാണ്. ഇനി മറച്ചിട്ടെന്ത് കാരണം? ഞാൻ റിസൈൻ ചെയ്യുവാ മാം. വാട്ട്? കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് മാം. എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നന്ദൻ എന്താടോ പറയുന്നേ? സോറി മാം. അങ്കിളും മാമും ചേർന്ന എന്നെ വേക്കൻസിയിൽ എടുത്തതെന്ന് എനിക്കറിയാം. അതാ ആദ്യം മാമിനോട് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാമെന്ന് കരുതിയേ. അവർ ഞെട്ടി നോക്കി. ഉറച്ച തീരുമാനമാണെന്ന് അവൻ്റെ ഭാവം പറഞ്ഞു. തനിക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ സോൾവ് ആകുന്ന പ്രശ്നമാണോ നന്ദൻ? സാലറി എങ്ങാനും? ഇല്ല മാം, എനിക്ക് പോയേ പറ്റൂ. കൂടുതൽ പറയാനോ ശാസിക്കാനോ ഇല്ലാതെ അവർ വണ്ടിയിൽ കയറി. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗും തൂക്കി പിന്നാലെ നന്ദനും. മാത്യു സർ വരാൻ പറഞ്ഞത് തനിക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എല്ലാവരെയും ഇങ്ങനെ കണ്ട് പിരിയാലോ. മാം വറി ചെയ്യണ്ട. ടൂറിൻ്റെ ഫുൾ കാര്യങ്ങൾ ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക്സ് നന്ദൻ. ബ്രോ. കുട്ടികൾ അപ്പോഴേക്കും ആർത്ത് വിളിയായി. ആൽഫി സന്തോഷത്തിൽ സെവനപ്പിൻ്റെ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തി. ചുമച്ചുകൊണ്ട് പാതി പുറത്തേക്ക് തന്നെ തുപ്പി. ഏതവനാടാ ഇത് മിക്സ് ചെയ്തേ? മനുഷ്യൻ്റെ ലിവർ പോയി. തെറി വിളിക്കാൻ കണക്കാക്കിയവൻ ചാടിയണീറ്റപ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ ആക്സിലറേറ്ററിൽ കാല് വെക്കുന്നത്. ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു നന്ദൻ. ഡാ നന്ദൻ സാർ. അവൻ അർജുനെ പിടിച്ച് മറിഞ്ഞു വീണു. ഇവൻ ഇത് കൊളമാക്കും. എന്തുവാ പിള്ളേരെ അവിടെ? റീന ദേഷ്യത്തോടെ തിരിഞ്ഞു. നന്ദൻ അവരെ ഒന്ന്. ഷോർ മാം. ആ പിന്നെ, അവർ ശബ്ദം താഴ്ത്തി. എടോ, മീരയുടെ മേലൊരു കണ്ണ് വേണം കേട്ടോ. ആ കുട്ടിയുടെ പാരൻസ് വന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. എന്താ കാര്യമെന്നറിയില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഞാൻ നോക്കിക്കൊള്ളാം. അവൻ സീറ്റുകൾക്ക് നടുവിലൂടെ നടന്നു. കണ്ണ് ആരെയോ തേടി. മുന്നിൽ മുഴുവൻ പെൺകുട്ടികളും പിൻഭാഗത്ത് ആൺകുട്ടികളുമാണ്. സാർ, മാത്യു സാറിന് എന്താ പറ്റിയേ? ആൺകുട്ടികൾക്ക് തൊട്ടു മുന്നിലെ റോയിൽ നിന്നാണ് അശ്വതി. തൊട്ടടുത്ത് താൻ തേടിയ ആള്. അങ്കിളിന് എന്തോ വയ്യായ്മ. ഒരാഴ്ച മാറി നിൽക്കുന്നത് ബുദ്ധിമുട്ടാ. അതാ ഞാൻ വന്നേ. അടുത്തിരിക്കുന്ന ആൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം സാർ. ഡൺ. നന്ദൻ തംസപ്പ് കാണിച്ച് പിന്നിലേക്ക് നടന്നു. അശ്വതി കുളിർമയോടെ ലജ്ജിച്ചു. അയ്യ, ഇനി എന്തൊക്കെ കാണണോ കർത്താവേ. ഉഷീന് പുച്ഛവും. മ്യൂസിക് സിസ്റ്റം മുഴങ്ങി. ലൈറ്റ്സ് ഓഫായി. പാർട്ടി ലൈറ്റ് മാത്രം മിന്നിക്കത്തി. ഡി നമ്മളെ പാട്ട്. ഉഷീൻ മീരയെ തള്ളി എണീപ്പിച്ചു. ഒപ്പം നിരന്നു അശ്വതിയും ജോസുവും ഇരുവശം. വോളിയം കൂട്ടി അർജുനും നടുവിലേക്കിറങ്ങി ഷർട്ട് മുറുക്കി കെട്ടി. വയറ് കാണിച്ചവൻ ആടിത്തകർത്തു. ഉഷീനും ജോസുവും തിരികെ പാടിക്കളിച്ചു. ബസ് മുഴുവൻ ഇളകി മറിയുമ്പോൾ ഇരുണ്ട വെളിച്ചത്തിൽ മീര പിന്നിലേക്ക് നുഴയാൻ തുടങ്ങിയിരുന്നു. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും പാട്ടിലാണ്. അവസാന സീറ്റെത്തിയതും ഒരു കൈ അവളെ വലിച്ച് സീറ്റിലേക്കിട്ടു. ചെന്ന് വീണത് നന്ദന്റെ മടിയിലും. സീറ്റിൽ താഴ്ന്നിരുന്ന നന്ദൻ അവളെ ഒപ്പം താഴേക്ക് വലിച്ചു.
സോറി 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 മീര, ഐ എം റിയലി. മുഴുമയ്ക്ക് മുന്നേ ചുണ്ടുകൾ അവനെ വരുതിയിലാക്കിയിരുന്നു. ടെറസിൽ തുടങ്ങിയ ലഹരി ഇരുവരും മതിവരാതെ നുണഞ്ഞു. ശാന്തമായ കടലായി മുറുകെ പുണർന്നു. ഐ മിസ്ഡ് യു. കാതിനുള്ളിൽ നന്ദന്റെ സ്വരം. ആൻഡ് ഐ എം ഗോണ മിസ് യു മീര. ജോലി വിടുവാണോ? അവൾ വ്യഥയോടെ നോക്കി. എന്തിന്? റിസ്ക് എടുക്കാൻ വയ്യ മീര. ഞാനിപ്പോൾ വന്നതുപോലും റിസ്ക്കാ. ബട്ട് പോകും മുന്നേ ഒന്ന് കാണാൻ തോന്നി. എവിടെ പോണു? നാട്ടിലേക്ക്. പഴയ ബാൻഡിൽ ജോയിൻ ചെയ്യണം. സീരിയസ്ലി? ഇവിടെ നിന്നാൽ ഞാൻ വീണ്ടും കാണാൻ ശ്രമിക്കും മീര. വീണ്ടും പ്രശ്നമാവും. ആവട്ടെ നന്ദ. അയാൾ എൻ്റെ ഒപ്പം ഇറങ്ങി വരേണ്ടി വരും. താൻ വരോ? വാക്കുകൾക്കായി അവൾ പരതി. ഇറങ്ങി വരാൻ? ആവേശത്തിൽ പറഞ്ഞതും ചെയ്തതുമൊക്കെ മനസ്സിലൂടെ പാഞ്ഞു. മടിയിൽ നിന്ന് ഊർന്നിറങ്ങാൻ നോക്കുമ്പോഴാണ് അവൻ്റെ പിടുത്തം മുറുക്കെയാണെന്നറിയുന്നത്. ഞാൻ പോട്ടെ. നെറ്റിയിൽ അമർത്തി ചുംബിച്ച് നന്ദൻ കൈയെടുത്തു. മീര വീണ്ടും ഒന്ന് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. പോകാൻ തോന്നുന്നില്ല. അപ്പൊ പോകാതെ. മീര ചിരിച്ച് കവിളിൽ മുത്തമിട്ട് ആരും കാണാതെ ഇരുട്ടിലൂടെ പാഞ്ഞു. കുന്നിൻ ചെരുവുകൾ കയറിയിറങ്ങി ബസ് മരങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ദൂരെ മഞ്ഞു തൊപ്പിവെച്ച മലകൾ, ഐസ് പാട വീണ ചോലകൾ, പൈൻ കാടുകൾക്ക് നടുവിലൂടെ ബസ് മൂടൽമഞ്ഞിനെ കീറി മുറിച്ചു. തുറന്ന ജനലിലൂടെ കുളിർക്കാറ്റ് അരിച്ചിറങ്ങുന്നുണ്ട്. ഗ്ലാസ് അടയ്ക്കടി പുല്ലേ. ഉഷീന്റെ ഒച്ച കേട്ടാണ് പലരും കണ്ണു തുറക്കുന്നത്. അശ്വതി ജനൽ ഗ്ലാസ് നിരക്കിയടിച്ചു. മീര എവിടെയടി? മറ്റവൻ്റെ അടുത്ത് കാണും. കിടന്നുറങ്ങടി ശവമേ. കൂടുതൽ ഇരുന്ന് വാങ്ങാൻ നിൽക്കാതെ അശ്വതി കണ്ണടച്ചു. ഏറ്റവും പിന്നിലെ സീറ്റിൽ ജനൽ ചാരി ഉറങ്ങുകയാണ് നന്ദൻ. കഴുത്ത് വേദനിച്ച് തല മറുവശം ചരിക്കുമ്പോഴാണ് തൻ്റെ തോളിൽ ചാരി ഉറങ്ങുന്ന ആളിനെ അവൻ കാണുന്നത്. താൻ ഉറങ്ങി വീഴുമ്പോൾ അർജുൻ്റെ ഒപ്പം നിന്ന് ഡാൻസ് കളിച്ചവളാണ് മീര. അവൾ കഴുത്തനയ്ക്ക് വീണ്ടും ചേർന്ന് കിടന്നു. അവളുടെ തോളിൽ കിടന്ന അർജുൻ പെട്ടെന്ന് കണ്ണു തുറന്നതും ഞെട്ടിയിരുന്നു. സോറി സാർ, അവൾ അറിയാതെ. പറഞ്ഞവൻ മീരയുടെ കഴുത്ത് നിവർത്താൻ തുനിയുന്നു. വേണ്ട, ഉറങ്ങിക്കോട്ടെ. എന്നാൽ ഞാൻ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് വരാം. അർജുൻ ഊര നിവർത്തി എഴുന്നേറ്റ് പോയി. കുലുക്കം കാരണം വേറെ ആരും ബാക്ക് സീറ്റിലില്ല. മുന്നിലെല്ലാവരും പൂണ്ട ഉറക്കമാണ്. എപ്പോഴി വന്ന? രാത്രി. ചുണ്ടുകൾ മാത്രം ചലിച്ചു. നന്ദ പോവല്ലേ? ഉറക്കത്തിലാണ്. എങ്കതാ ഇരിക്ക, തൂങ്ങും. അവൻ പുഞ്ചിരിയോടെ നെറ്റിയിൽ ചുണ്ടെത്തിച്ചു. ഡേ എത്താറായിട്ടാ. ഊട്ടി 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 ഊട്ടി. ആദ്യ വരി മുതൽ എല്ലാവരെയും ചവിട്ടി എണീപ്പിക്കുന്നുണ്ടായിരുന്നു അർജുൻ. മാർക്കറ്റിനരികിലെ സ്ട്രീറ്റിലാണ് ബസ് വന്ന് നിന്നത്. മഞ്ഞ പ്ലാസ്റ്റിക് പൂക്കളും ക്യാരറ്റും സ്ട്രോബെറികളും കൊണ്ട് നിറഞ്ഞ നിരത്ത്. ചുട്ട ചോളം ആവി പറത്തുന്നത് ഉഷിൻ കൊതിയോടെ നോക്കി. പണ്ടാറ വിശക്കണടി. അർജുന് പിറകെ നന്ദനും റീനാമിസും അതിനു പിറകെ കുട്ടികളും വരിവരിയായി ഹോട്ടലിലേക്ക് ചലിച്ചു. റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്ത് കീകൾ നന്ദൻ അർജുനെ തന്നെ ഏൽപ്പിച്ചു. ഒന്ന് റീനയെയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മാം. ഓക്കെ നന്ദൻ. റീന കീ മേടിച്ച് റൂമിലേക്ക് പോയിരുന്നു. ഓരോ കീ കൊടുത്ത് പിള്ളേരെ പറഞ്ഞു വിട്ട് അർജുൻ ഓടിച്ചെന്നത് നന്ദന്റെ അടുക്കലാണ്. ബ്രോ, രാത്രി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഞങ്ങൾ രണ്ട് വീശും. കൂടുന്നോ? ഞാനില്ലടാ. മിസ്സിനോട് പറയല്ലേട്ടാ. നന്ദൻ പോയതിന് പിന്നാലെ അർജുൻ്റെ കയ്യിൽ നിന്ന് കീ മേടിച്ച് മീരയും ഒഷീനും അശ്വതിയും തങ്ങളുടെ റൂമിലേക്ക് പോയിരുന്നു. ജോസ് വേറെ റൂമിലാണ്. ഹോട്ടലിന് പിന്നിലെ തുറന്ന മൈതാനം, ക്യാമ്പ് ഫയർ. നടുവിലെ കത്തുന്ന തീയെ ചുറ്റപ്പെട്ട് ഇടതൂർന്ന പൈൻ മരങ്ങളുണ്ട്. ഓരോ മരച്ചുവട്ടിലെ പുൽമെത്തയിലും കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു. അവർക്ക് കഴിക്കാനുള്ള ലഘുഭക്ഷണം ഒരു വശത്ത് ഹോട്ടൽ സ്റ്റാഫ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആൽഫി അപ്പോഴും സെവനപ്പിൻ്റെ കുപ്പി കെട്ടിപ്പിടിച്ച് നടപ്പാണ്. ബുഫയിൽ നിന്ന് ഒരു ചിക്കൻ വിങ് എടുത്തവൻ വായിൽ വെച്ചതും നിന്ന് നോക്കുന്നു അർജുൻ. എല്ലാം കൂടി ഇപ്പോഴേ കേട്ട് നീ ഫീലായിക്കോ. ഡാ കോപ്പെ, രാത്രി പാർട്ടി ഉണ്ടെന്ന്. ആൽഫി ഇളിച്ച് ചിക്കൻ കടിച്ചൂറി. അപ്പോൾ മറുവശത്ത് DJ സൗണ്ട് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒഷീനും മീരയും അവരുടെ പാട്ടിടാൻ വേണ്ടി കെഞ്ചുമ്പോൾ പൈൻ മരങ്ങൾക്കിടയിലൂടെ റീന മാമിൻ്റെ ഒപ്പം നടന്നു വരുവാണ് നന്ദൻ. സ്പീക്കറുകൾ ഒന്ന് പതറി. ചേട്ടാ, ആദ്യം തൊട്ട്. ഒഷീനും അശ്വതിയും ജോസും ടീഷർട്ട് അങ്ങ് ഇടുപ്പിൽ കെട്ടി. അയ്യ, എന്നെ കോപ്പി അടിക്കണ നോക്ക്. അർജുൻ സൈഡിലേക്ക് മാറിക്കൊടുത്തു. 4 പെൺകുട്ടികൾ അപ്പോഴേക്കും അഴിഞ്ഞാടാൻ കണക്കാക്കി ഫയറിന്റെ മുന്നിൽ നിരന്നിരുന്നു. മുന്നിൽ മീരയും ഒഷീനും. മീര കണ്ണോടിച്ചു. ഏറ്റവും പിന്നിൽ റീന മാമിന്റെ ഒപ്പം നന്ദൻ. നോട്ടം തന്നിലാണ്. ടീഷർട്ട് വലിച്ചു മുറുക്കി ഇടുപ്പ് കാണിച്ച് തന്നെ അവളും കെട്ടിട്ടു. കണ്ടപാടെ നന്ദൻ കൈകൊണ്ട് പാതി മറയ്ക്കയായി. വശ്യമായി ചുവട് വെച്ച് മീര മുന്നിലേക്ക് വന്നു. പിന്നാലെ ബാക്കിയുള്ളവരും.
പിന്നെ അവർ ഒന്നിച്ചു. താളത്തിനൊത്ത് ഇടുപ്പുകൾ ചുഴറ്റി. മീര ചുണ്ടനയ്ക്ക് മെയ്യനയ്ക്ക് നന്ദനെ നങ്കൂരമിട്ടിരുന്നു. നന്ദൻ ചിരിയടക്കാൻ കഴിയാതെ കവിളുകൾ ചുവന്നിട്ടാണ്. ചുണ്ടിൽ വരികൾ ഈണമിട്ടു. വൻ കരഘോഷത്തോടെയാണ് ഡാൻസ് അവസാനിച്ചത്. പൊളിച്ചടി! അർജുൻ മീരയുടെ തോളിൽ വന്ന് തട്ടി. തളർന്നടാ! എന്നിട്ടും കൂട്ടത്തിനിടയിലൂടെ കണ്ണ് ആരെയോ തേടിക്കൊണ്ടിരുന്നു. നീ ഇത് ആരെയാ കിടന്ന് നോക്കണേ? ഉഷിൻ അതേ ദിശയിൽ നോക്കുമ്പോൾ പൈൻമരത്തിൽ ചാടി നിൽക്കുന്നു. സർ, ആരെയടി നോക്കിയേ? ആരെ നോക്കി? മീര വെപ്രാളത്തിൽ അർജുന്റെ കയ്യിലെ ബോട്ടിൽ തുറന്ന് വായിൽ കമിഴ്ത്തി. അയ്യേ, എന്ത് വൃത്തികെട്ട സാധനാടാ മിക്സ് ചെയ്ത് വെച്ചേക്കണേ. നോക്കട്ടെ. ഉഷിൻ ഒറ്റ വലി. നിന്നോടൊക്കെ ആരാടി ഇത് കുടിക്കാൻ പറഞ്ഞേ? എൻ്റെ കുപ്പി! ഒറ്റ നിമിഷത്തിൽ അത് പിടിച്ചു മേടിച്ചു ആൽഫി. അഞ്ഞ് കൊണ്ടുവയ്ക്കോ. മറ്റു കുട്ടികൾ അപ്പോഴേക്കും അടുത്ത പാട്ടിന് താളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീരയും ഗ്യാങ്ങും വട്ടം ചേർന്ന് ഓരോ സ്റ്റെപ്പിട്ട് കളിക്കാൻ തുടങ്ങി. ഷർട്ട് ഇടുപ്പിൽ കെട്ടി അർജുനും. അർജുൻ! പെട്ടെന്നാണ് ആടിത്തിമിർത്ത് മീര അർജുന്റെ തോളിൽ ആഞ്ഞു പിടിച്ചത്. ദോ നന്ദന ചൂണ്ടിയാണ്. പാടാൻ പറടാ. നീ മണപ്പിച്ചപ്പോഴേ പൂസായാടി. പറടാ. അല്ല വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം. നീ ആരെയും വിളിക്കണ്ട. ഉഷിൻ അവളെ കയ്യെ പിടിച്ച് നിർത്തിയിരുന്നു. അശ്വതി! കേൾക്കേണ്ട താമസം. അശ്വതി നന്ദന്റെ അടുക്കൽ പറന്നെത്തി. സാർ വാ സാർ, കളിക്കാൻ. എല്ലാരും വിളിക്കുക. പോകണോ എന്ന സംശയത്തിൽ അവൻ നോക്കിയത് മിസ്സിനെയാണ്. ഞാനില്ല നന്ദൻ, ഞാൻ റൂമിലേക്ക് പോവാം. നിങ്ങളായിക്കോ. ഇനിയിപ്പോൾ മടി എന്തിനാ? നന്ദൻ അവരുടെ വട്ടത്തിലെത്തിയതും നന്ദൻ എത്തി! മീര വിളിച്ചു പോകുന്ന കേട്ടവൻ ഞെട്ടിപ്പോയിരുന്നു. താൻ കുടിച്ചിട്ടുണ്ടോ? അറിയാതെ പറ്റിപ്പോയതാ ബ്രോ. മിസ്സിനോട് പറയല്ലേ. ഡി സാറാടി പെണ്ണെ, ഒരു പാട്ട് പാടോ നന്ദ. കൊഞ്ചുന്ന കണ്ണ് നന്ദനെ ഭയപ്പെടുത്തിയിരുന്നു. ചുറ്റുമുള്ള കണ്ണുകൾ അതിലേറിയും. താൻ വന്നേ, പാടിയിട്ട് പോവാണ്ട. വന്നേ. സാർ വേണ്ട, ഞങ്ങൾ റൂമിലാക്കിക്കൊള്ളാം. ഉഷീനുടനെ ഏറ്റവും വലിയ സംശയ കണ്ണോടെ മീരയുടെ കൈ തൻ്റെ തോളിലേക്കിട്ടു. അപ്പം നമ്മളെ പാർട്ടി? ഇവനൊരു മണ്ടൻ. പോയി കിടന്ന് ഉറങ്ങടാ അർജുന. ഉഷീൻ തെറി വിളിക്കുന്ന കേട്ട് കുണുങ്ങിയും ചിരിക്കുന്നുണ്ടായിരുന്നു മീര. നാണം കെട്ട് മീര തലയിൽ കൈ കൊടുത്തിരുന്നു. എന്നാലും വൻ ഓവറായി പോയിടേ. സാറിനെ കയറി പേരൊക്കെ വിളിക്കാന്ന് വെച്ചാ. അന്നു തൊട്ടേ അശ്വതിയുടെ പറച്ചിലിതാണ്. തൊലി ഉരിയും പോലെ തോന്നി മീരയ്ക്ക്. ഇനി എങ്ങനെ നന്ദന്റെ മുഖത്ത് നോക്കും? 2 ദിവസം ഒളിച്ചു നടന്നു, അതും അവൻ കാണാൻ വേണ്ടി വന്നിട്ട്. ബാത്റൂം വാതിൽ ഞരങ്ങുന്ന ഒച്ച. അരപ്പടിപ്പും മുഴുപ്പടിപ്പും വെള്ളാറക്കിയിരിക്കുമായിരിക്കും. കേട്ടപാടെ പുറത്തേക്കിറങ്ങി ഓടി മീര. ഇനി ഉഷീന്റെ വായിൽ നിന്നുകൂടി കേൾക്കാൻ വയ്യ. അവൾക്ക് ഏതാണ്ടൊക്കെ ഡൗട്ടുണ്ടതാണ്. അതേസമയം ബസ്സിന് പുറത്ത്. കേറി പിള്ളേരെ അങ്ങോട്ട്. ഒടുക്കത്തെ ദേഷ്യത്തിലാണ് അർജുൻ. ഉഷീനൊന്ന് താങ്ങിയതിലുള്ള ദേഷ്യം. നോക്കിക്കോടാ, അടുത്ത സ്റ്റേ മൈസൂരല്ലേ, അപ്പം നമ്മൾ കൂടും. ഞാൻ അവളെ പ്രപ്പോസും ചെയ്യും. അയ്യോ! കേട്ട് നിൽക്കുവാണ് അശ്വതി. നിനക്ക് പേടിയില്ലേടാ? അവൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്നാത്തിനടി പേടിക്കണേ? ഷോ, എനിക്ക് പേടിയാടാ. സാറ് നോ പറഞ്ഞ പിന്നെ എങ്ങനാ ക്ലാസ്സിലിരിക്കുക? അയ്യേ, നീ പറയല്ലേ പെണ്ണെ. അമ്മച്ചിയാണ് അങ്ങേരിക്ക് നിന്റെ അടുത്ത് വല്ലതും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ കാര്യം അങ്ങനല്ല. നിന്റെ കാര്യം പിന്നെ എങ്ങനാ? ബാഗും തള്ളിപ്പിടിച്ച് വന്നിട്ടുണ്ട് ഉഷീൻ. അവൻ മുഖം വെട്ടിത്തിരിച്ചു. ഉഷീൻ ഒരു അവിഞ്ഞ നോട്ടം കൊടുത്ത് ബസ്സിൽ കയറിയതും അകത്തിരിക്കുന്നു മീര. നീ നടക്കണവെല്ലാം കേൾക്കണുണ്ടാടി. എന്ത്? ബെസ്റ്റ്. കുട്ടികളെല്ലാം കയറിയതിന് പിറകെ റീനാമിസും നന്ദനും കയറി വന്നിരുന്നു. വന്ന പാടെ ഒന്ന് നോക്കി തൊട്ടടുത്ത് ഉഷീൻ്റെ സമ്പുഷ്ടമായ ചിറയിൽ കണ്ട് അവൻ പിന്നിലെ സീറ്റിൽ പോയിരുന്നതും ബ്രോ ഐഡിയ പറ. വന്നൊട്ടിയിരുന്നു അർജുൻ. എന്ത് ഐഡിയ? നാളെ നൈറ്റ് ഞങ്ങൾ കൂടാൻ പോവാ ബ്രോ. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അതിന് എന്നോടെന്തിനാടാ ചോദിക്കണേ? ബ്രോയ്ക്ക് ഇതിലൊക്കെ ഒരു എക്സ്പീരിയൻസ് കാണില്ലേ? നന്ദൻ നെറ്റി തടവുന്ന കണ്ട് അർജുൻ തോളെ കൈയിട്ടു. ടെൻഷൻ ആവണ്ട,
തേപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ, പോടാ. അർജുൻ നീങ്ങിയിരുന്നു. എന്നിട്ട് മനസ്സിലത് തന്നെ. എങ്ങനെയും പ്രപ്പോസ് ചെയ്യണം, 2 അടിക്കണം, പറയാനൊരു ധൈര്യത്തിന്. അവൾക്കും 2 കൊടുക്കാം, കേൾക്കാനൊരു ധൈര്യത്തിന്. വയനാടും കൂർഗും കഴിഞ്ഞ് മൈസൂർ നഗരത്തിലൂടെ ബസ് ചുറ്റിക്കറങ്ങിയിരുന്നു. മൈസൂർ പാലസും സൂവും ബൃന്ദാവൻ ഗാർഡനുമൊക്കെ കറങ്ങിയടിച്ച് രാത്രിയോടെയാണ് തിരികെ ഹോട്ടലിലെത്തിയത്. ഇവിടെയാണ് അവസാനത്തെ. ഇത് കഴിഞ്ഞാൽ പിന്നെ കൊടൈക്കനാൽ വഴി നേരെ കോളേജിലേക്ക്. ഇറങ്ങ്. എല്ലാവരുടെയും ബാഗ് എടുത്തു കൊടുത്ത് ഏറ്റവും അവസാനമാണ് അർജുൻ മീരയുടെ ബാഗ് കൊടുത്തത്. ഒഷീൻ അശ്വതിയുടെ കൂടെ മുന്നേ നടന്നു പോയിട്ടുണ്ട്. ഡി, രാത്രി നമ്മൾ കൂടുവാ, നീ അശ്വതിയെ കൊണ്ട് ടെറസിലോട്ട് വരണം, കേട്ടല്ലോ. ഒഷീൻ, അതിനെ വിളിക്കണ്ട, തെറി വിളിക്കും അവള്. ആത്തോണ്ടാ പറഞ്ഞേ. വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരുമില്ല, ആൽഫിയും ഞാനും മാത്രം. സാറ് വരുന്നോ? ലാസ്റ്റ് ചാൻസ് ആണ്. അവളുടെ പിറകിൽ നോക്കിയാണ് ചോദ്യം. തൊട്ടു പിന്നിൽ മാറി നിൽക്കുന്ന നന്ദനെ മീര അപ്പോഴാണ് കാണുന്നത്. വന്നാലിനി നാട്ടുകാരെ മുഴുവൻ അറിയിക്കോ എന്ന ഭാവത്തിൽ നന്ദൻ കളിയാക്കിയാണ് നോക്കിയത്. ഞാൻ വരണോ? പൊടുന്നനെ അവൾ ബാഗും കൊണ്ട് ഓടിപ്പോയിരുന്നു. നശിപ്പിച്ച്. ബ്രോയ്ക്ക് ഇത് എന്തിൻ്റെ കുഴപ്പാ? ഞാനെന്ത് ചെയ്തു? അവൾ അറിയാതെ വിളിച്ചതാ ബ്രോ. അതിന് ഞാനെന്ത് പറഞ്ഞു? ഇങ്ങേര് വരുവാണേൽ 9 മണിക്ക് നേരെ ടെറസിലോട്ട് വാ. ബാഗും തോളിൽ കയറ്റി അർജുനും പോയി. ആകെ കുഴപ്പത്തിലായിരുന്നു നന്ദൻ. കാണാൻ വേണ്ടി വന്നിട്ട് ഇവളെന്തിനാ ഇങ്ങനെ ഓടിക്കളിക്കണേ? ജീവിതകാലം മുഴുവൻ സാറ്റ് കളിക്കേണ്ടി വരോ നന്ദ? നന്ദൻ സ്വയം ചിരിച്ചു. കുപ്പികളും ടച്ചിങ്സും 5 ഗ്ലാസും താങ്ങിപ്പിടിച്ചാണ് അർജുൻ ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്തത്. ടോപ്പ് ഫ്ലോർ പ്രസ് ചെയ്ത് വാതിൽ തുറന്ന ശേഷമുള്ള പടികൾ അവൻ അത്യുല്ലാസത്തോടെ തന്നെ ഓടിക്കയറി. ഒരു വശത്ത് പൂളും അതിനോട് ചേർന്ന് ഡാൻസ് ബാറും. ഇന്ന് പരിപാടിയൊന്നും ഇല്ലാത്ത കൊണ്ട് ഒരൊറ്റ കുഞ്ഞുപോലുമില്ല. മറുവശത്ത് തുറസായ ഇടത്ത് മന്ദമാരുതൻ തഴുകി ഒഴുകുന്നു. പറ്റിയ സ്ഥലം. സാധനമെല്ലാം നിലത്ത് വെച്ചതും ആരുടെയൊക്കെയോ കാലച്ച. തിരിഞ്ഞു നോക്കുമ്പോൾ ഇടുപ്പിൽ കൈരണ്ടും കുത്തി കണ്ണുരുട്ടി നിൽക്കുന്നു ഒഷീൻ. പിന്നിൽ മീരയും അശ്വതിയും. നിന്നോടൊക്കെ ഇവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? എടാ. ഒഷീൻ അർജുനെ വലിച്ച് കൈവരിയുടെ അടുത്തേക്ക് നീങ്ങി. പൊട്ടത്തരം കാണിക്കരുത് അർജുന, അവക്ക് നിന്നോടൊരു തേങ്ങയുമില്ല. അത് നീയല്ല പറയണ്ടേ, വിട്രി. കൈവിടുവിച്ചവൻ നിലത്ത് ചമ്രം പൂട്ടിയിരുന്നു. തലേ കൈവച്ച് നിൽപ്പായിരുന്നു ഒഷീൻ. ആൽഫി എവിടെ? ആ തെണ്ടി ഓൾറെഡി ഔട്ടാ. നോക്കി നിൽക്കാതെ വന്ന് ഇരിക്കിനടി. അർജുൻ്റെ ഇടം വല മീരയും അശ്വതിയും ഇരുന്നു. നോക്കി നിൽക്കാതെ വാ ബ്രോ. പിന്നിൽ നന്ദനും വന്നിട്ടുണ്ടെന്ന് മീര കാണുന്നത് അപ്പോഴാണ്. വേഗത്തിൽ ഒഷീനോടി മീരയുടെ അടുത്തിരുന്നു. നന്ദൻ അപ്പോഴും മടിച്ചു നിൽപ്പാണ്. ഞാൻ വന്നാ ഓക്കെ ആണോ? ചോദ്യം തൻ്റെ നേർക്കാണെന്ന് മീരയ്ക്ക് മാത്രം മനസ്സിലായിരുന്നു. തന്നെ കാണാൻ വേണ്ടി വന്നതാണവൻ. സംസാരിക്കണമെന്ന് തനിക്കുമുള്ളപ്പോൾ സാർ വാ. സമാധാനത്തോടെ നന്ദൻ ഒഷീൻ്റെയും അശ്വതിയുടെയും നടുവിലിരുന്നു. അർജുൻ 5 ഗ്ലാസും നിരത്തി. ഞാനില്ലടാ, ഞാൻ ജസ്റ്റ് കമ്പനിക്ക് വന്നതാ. എന്താ ബ്രോ ഇങ്ങനെ? ഞാനും ഇല്ല, എനിക്ക് പേടിയാ. അശ്വതിയും പിന്മാറി. ശവങ്ങള്. അർജുൻ 2 ഗ്ലാസ് മാറ്റി വെച്ച് ബാക്കി എല്ലാത്തിലും ഒഴിച്ച് മിക്സ് ചെയ്തു. ഗ്ലാസുകൾ ഉയർന്ന് കൂട്ടിമുട്ടി. ചിയേഴ്സ്. മീര വളരെ കുറച്ച് സിപ്പ് മാത്രം എടുത്തു. എപ്പോഴാ തൻ്റെ കൺട്രോൾ പോവാന്നറിയില്ല. കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു നന്ദൻ. ബ്രോ, അവളെങ്ങാനും വല്ലതും വിളിച്ചാൽ കാര്യാക്കരുത് പ്ലീസ്. അതിനതൊന്നും ശീലമില്ല. ഹേയ്, ആര് വേണേലും എന്നെ പേര് വിളിച്ചോടാം. ഞാനെന്തായാലും ഈ ജോലി വിട്ട് പോവാം. എന്തോന്ന്? അർജുനും ഒഷീനും കള്ള് തലയിൽ കയറി ചുമച്ചു. ഞാൻ റിസൈൻ ചെയ്തടാ. ഈ ടൂർ കഴിഞ്ഞാൽ നിങ്ങളൊന്നും എന്നെ പിന്നെ കാണില്ല. എന്ത് തേപ്പാ ബ്രോ. ഷേ. അവൻ തലയ്ക്ക് കൈകൊടുത്ത് നിൽക്കുമ്പോൾ മീരയുടെ ഭാവം നിരീക്ഷിക്കുകയായിരുന്നു ഒഷീൻ. നിറഞ്ഞ സങ്കടമാണ്. അവർക്കിടയിൽ എന്തോ ഉണ്ട്. അതിൽ താൻ തലയിടാൻ പാടില്ല എന്ന് മാത്രം അവൾ ഗ്രഹിച്ചു. സാർ, എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? സങ്കടം മറച്ച് ചോദിച്ചത് അശ്വതിയാണ്. എൻ്റെ ഫ്രണ്ട്സ് ചേർന്നൊരു ബാൻഡ് നടത്തുന്നുണ്ട്. മുൻപ് ഞാൻ അവിടെ ആയിരുന്നു. അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യാനാ പ്ലാൻ. സാർ പാടോ? ബ്രോ പാടോ? ചോദ്യങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. ചെറുതായിട്ട്. എന്നാ പാട് ബ്രോ, പ്ലീസ്. അർജുൻ ഒറ്റ വലിയ ഗ്ലാസ് കാലിയാക്കിയതും ഒഷീൻ എണീറ്റ് അർജുൻ്റെ പിറകിലിരുന്ന കുപ്പിയെടുത്ത് അവൻ അടുത്ത റൗണ്ട് സെറ്റാക്കി കൊടുത്തു. അവൻ്റെ ബോധം പോകുന്നതാണ് അവന് നല്ലത്. ഇല്ലേൽ തെണ്ടിന്ന് പ്രപ്പോസ് ചെയ്തു നാറും. തിരികെ വന്നിരിക്കുമ്പോൾ സാറ് കുറച്ച് നീങ്ങിയേ എന്ന് പറഞ്ഞവൾ നന്ദനെ മീരയുടെ അടുത്തിരുത്തി. നന്ദനും അശ്വതിക്കും ഇടയിൽ കയറിയിരുന്നു. മീരയുടെ ഗ്ലാസ്സിൽ നിന്ന് ചെറിയൊരു സിപ്പെടുത്ത് നന്ദൻ നിലത്ത് വെച്ചു. പൊളി ബ്രോ, തുടങ്ങിക്കോ. നീണ്ടുപറന്ന നിശബ്ദത. അതിനെ കീറിമുറിച്ചാണ് കാതിനെ മയക്കുന്ന സ്വരം ജനിച്ചുയർന്നത്. കാതലേ എൻ കാതലേ என்னை என்ன செய்ய போகிறாய்.
എൻ്റെ അമ്മോ! അശ്വതി വാ പൊളിച്ചു. நான் ஓவியன் என்று தெரிந்தும் நீ ஏன் கண்ணிரண்டை கேட்கிறாய்? ഓവിയൻ മീൻസ്? മീര കൗതുകത്തോടെ നോക്കി. അതേ കൗതുകം അവൻ്റെ കണ്ണിലും നിറഞ്ഞിരുന്നു. ആർട്ടിസ്റ്റ്. ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ എൻ്റെ കണ്ണ് രണ്ടും ചോദിക്കുന്നത് എന്ന്. ക്യൂട്ട് നോ? മീര അടുത്ത സിപ്പ് എടുത്തു. சிலுவைகள் சிறகுகள் ரெண்டில் என்ன தரப்போகிறாய்? സിലുവൈകൾ എന്ന് വെച്ചാ സ്റ്റാച്യു. പാട്ടിൽ ലയിച്ച അശ്വതി ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. റൗണ്ടുകളുടെ എണ്ണം തെറ്റി അർജുനും മുഷീനും കിറുങ്ങാനും തുടങ്ങിയിരുന്നു. കിള്ളുവதை കിള്ളിവിട്ട് ഏൻ തള്ളി നിன்று പാർக்கிறாய்? എന്ന് വെച്ചാ പണ്ണ വേണ്ടിയതെല്ലാം പണിട്ട് ഏണ്ടി തള്ളി നിന്ന് പാക്കറേന്നർത്ഥം. ഇങ്ങനെ തമിഴ് പറയുന്നു. അർജുൻ അടുത്ത ക്ലാസ് മോന്തി. ഹാഫ് തമിഴനാടാ ഞാൻ. അച്ഛൻ തമിഴനാ. അടുത്ത ക്ലാസ്സും വയറ്റിലെത്തി അവൻ കമിഴ്ന്നടിച്ചു വീണു. ഇതൊന്നും കേൾക്കാതെ മീര വഴികളിൽ ഒഴുകി. പിന്നെ നന്ദൻ പൊട്ടിച്ചിരിച്ചു. നമ്പടി, എനിക്കൊന്നും കാണാൻ വയ്യേ. അവസാന കവളെടുത്ത് ഒഷീനും നിലത്തേക്ക് മറിഞ്ഞു വീണു. കുറച്ചോ? ആമ, കുഞ്ചും. അടുത്ത ലൈനൂടെ വീഴണ്ട എന്തായാലും. അമൃതം, അമൃത്. അമൃതാണോ വിഷമാണോ അതോ താൻ അമൃത വിഷമാണോ എന്ന്. അതിലേതാ? കണ്ടിപ്പാ അമൃത വിഷം താ. காதலே என் காதலே என்னை என்ன செய்ய போகிறாய்? நான் ஓவியன் என்று தெரிந்தும் நீ ஏன் கண்ணிரண்டை கேட்கிறாய்?